അഹമ്മദാബാദിൽ രഥയാത്രക്കിടെ ആനകൾ ഇടഞ്ഞ ആനകളെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തളച്ചു. അജീഷ് ശേഖമാർ ചെയ്യുന്നു. അജീഷ്, ഒരുപാട് നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് രഥയാത്ര. ആർക്കെങ്കിലും പരിക്കുണ്ടോ? ആനകളെ ഏത് രീതിയിൽ തളയ്ക്കാനായി അജീഷ്? അശ്മി പറഞ്ഞതുപോലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടുന്ന ഒരു വലിയ ആഘോഷമാണ് അഹമ്മദാബാദിൽ നടക്കുന്ന രഥയാത്ര. രാവിലെ തുടങ്ങി വൈകിട്ട് വരെയാണ് ഈ രഥയാത്ര നടക്കുന്നത്. ഈ രാവിലെ ഈ ഘോഷയാത്ര തുടങ്ങുമ്പോൾ 18 ആനകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഒരു ആന കൊമ്പനാനയായിരുന്നു. ഈ കൊമ്പനാനയായിരുന്നു ആദ്യം ഇടഞ്ഞത്. അതുവഴി ഒരു ഇട റോഡിലൂടെ കുറച്ച് ദൂരം ഓടുകയും ചെയ്തു. പരിഭ്രാന്തരായ ആളുകൾ ഈ ആനയെ കണ്ട് പല ദിക്കുകളിലായിട്ട് മാറി ഓടുകയും ചെയ്തു. പക്ഷേ ആർക്കും പരിക്കുകളില്ല. അവിടെ വലിയ വനം വകുപ്പിൻ്റെ അടക്കം ഡോക്ടർമാരുടെ അടക്കം സംഘമുണ്ടായിരുന്നു. ഉടൻ തന്നെ ആനയെ മയക്കുപിടി വെച്ച് തളയ്ക്കുകയും ചെയ്തു. ഈ ആന ഓടുന്നത് കണ്ട് മറ്റ് 2 ആനകൾ കൂടി ഇടയുകയും അവിടെ പരിഭ്രാന്തി സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനെ കുറച്ചു നേരം കഴിഞ്ഞ് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പാപ്പാന്മാർ തന്നെ അതിനെ തളയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിൽ ഈ മറ്റു പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. നിലവിൽ 18 ആനകൾ ഉണ്ടായിരുന്നത് ഈ കൊമ്പനാനെ മാറ്റി നിർത്തി 17 ആനകളുമായി വീണ്ടും ഈ രഥയാത്ര തുടരുകയാണ്.